നമ്മളെല്ലാവരും പേടിച്ചിട്ടും വൈദേഹി മാത്രം ധൈര്യമായിട്ടിരിക്കുന്നത് അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ. അവൾ അവനെ രക്ഷിച്ചോളൂ അമ്മേ. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനു മുമ്പ് സത്യം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അരുതാത്തത് സംഭവിച്ചാലോ മോനെ? അവരുടെ രണ്ടുപേരുടെയും ബന്ധത്തിന് പരീക്ഷണങ്ങൾ നേരിട്ടപ്പോഴെല്ലാം വൈദേഹിയാണ് സംയോജിതമായി അതെല്ലാം മറികടന്ന് ഇവിടെ എത്തിയത്. ഇപ്പോഴും അവൾ അത് ഉറപ്പായി മറികടക്കും. ദേവൻ തീർച്ചയായും ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ പുറത്തു കിടക്കും. ഹലോ, പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഉണ്ടോ? മിസ്റ്റർ ദേവൻ, ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. നിങ്ങൾ സംശയിച്ച പോലെ അൺയൂഷ്വൽ മൂവ്മെന്റ്സ് ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു വെരി മച്ച്. വൈദേഹി, വൈദേഹി, ദേവേട്ടാ, നീ പറഞ്ഞ ഐഡിയ ഏതായാലും ഫലവത്തായി. എന്തിനെ കുറിച്ച് ദേവേട്ടൻ പറയുന്നത്? ഇന്നലെ രാത്രി നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? ദേവേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത് നമുക്ക് പ്രയോജനപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. എന്താ വൈദേഹി? ഈ അടുത്ത് ഞാനൊരു വാർത്തയിൽ കേട്ടതാ, നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. ഏത് സമയത്ത് എവിടെയായിരുന്നു എന്നുള്ളത് പിന്നീടാണെങ്കിലും അറിയാൻ കഴിയുമെന്ന്. ഈ രീതിയില് പോലീസുകാര് കുറ്റവാളികളെ കണ്ടെത്താറുണ്ടെന്നാ പറഞ്ഞ. ആ കാര്യം ശരിയാ. ഇന്റർനെറ്റിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതുപയോഗിച്ചിട്ട് നമ്മുടെ ഫോൺ ഏത് സമയത്ത് എവിടെയായിരുന്നു കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അന്നാ മാന്തോപ്പിൽ ദേവേട്ടനുണ്ടായിരുന്നപ്പോ ആ പരിസരത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് പോലീസിന് കണ്ടുപിടിക്കാലോ അല്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കുള്ള കുറ്റവാളി ആരാന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാനായാലോ? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളൊരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ നമ്പർ ഏത് പ്രദേശത്താണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് മറ്റാരൊക്കെ ഉണ്ടായിരുന്നെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയില്ലെന്നാണോ? അതൊക്കെ വലിയ പണിയാ വൈദേഹി. അതിനെല്ലാവരുടെയും നമ്പർ അറിയണ്ടേ നമുക്ക്? ഇനിയിപ്പോ നമുക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പർ അവർക്ക് അയച്ചു കൊടുത്ത് ഞാൻ അവിടെ കിടന്ന സമയത്ത് ആ നമ്പർ അവിടെ ഉണ്ടായിരുന്നോ എന്ന് വേണമെങ്കിൽ അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ ദേവേട്ടാ, വരുണിന്റെ സുഹാസിനി ചെറിയമ്മയുടെ ഫോൺ നമ്പർ കൊടുത്തു നോക്ക്. അവരപ്പോ എവിടെയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാം. അതിന് വൈദേഹി, അവരെ നമ്മൾ വീട്ടിൽ പൂട്ടിയിട്ടേക്കായിരുന്നല്ലോ. പിന്നെങ്ങനെ വൈദേഹി ആ സമയത്ത് അവരിവിടെ? പറയാൻ പറ്റില്ല ദേവേട്ടാ, എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലോ? തൽക്കാലം അവർക്ക് രണ്ടുപേർക്കും അല്ലാണ്ട് മറ്റാർക്കും നമ്മളോട് ഒരു ശത്രുതയും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ ചന്ദ്രികയും ഉണ്ട്. ഇവര് 3 പേരിൽ ആരെങ്കിലും ആണെങ്കിലോ? ഇവരുടെ നമ്പേഴ്സ് കൊടുത്ത് ചോദിക്ക്. ചിലപ്പോ അറിയാൻ കഴിഞ്ഞാലോ? നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം. എന്നാ പിന്നെ ആ നമ്പേഴ്സ് ഒന്ന് കൊടുക്ക്. ആർക്കറിയാം, അവരെവിടെയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിലോ? അവരൊക്കെ ഏതറ്റം വരെ പോവാനും മടിക്കാത്തവരാ. വരുൺ തന്നെയാണ് വസുമതിയെ നശിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സംശയം തീർന്നു കിട്ടിയ വലിയ കാര്യമല്ലേ? ദേവേട്ടനെ ഈ ആപത്തിന്ന് രക്ഷിക്കാനത് ഉപകരിച്ചാലോ? ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? നമ്മൾ ഇന്നലെ അയച്ചു കൊടുത്ത നമ്പറിൽ ഒരു നമ്പർ അതേ സമയത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആരുടേതാ അത്? അതിപ്പോ തന്നെ അയച്ചു തരാന്നാ പറഞ്ഞിരിക്കുന്നേ. വൈദേഹി, അവരയച്ചിട്ടുണ്ട്. ആരാത് ദേവേട്ടാ? വരുണാണ് വൈദേഹി. ഇത് കണ്ടോ? രാത്രി 11 മണിയായപ്പോ ഈ നാശം പിടിച്ചവൻ അവിടെ വന്നിട്ടുണ്ട്. വീണ്ടും വെളുപ്പംകാലത്ത് 3 മണിയായപ്പോ അവൻ വീണ്ടും തിരിച്ച് നമ്മുടെ വീട്ടിലേക്കും എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ വരുണ് തന്നെയാണ്. അവിടെ അവനെ മുറിക്കകത്ത് പൂട്ടിയിട്ടപ്പോ ഇവിടെ അവൻ എത്തുന്നുള്ള കാര്യം ആരും സംശയിക്കില്ല എന്നുള്ളതായിരിക്കും അവൻ കരുതിയിരിക്കാം. ഇനി അവനെ വെറുതെ വിടരുത് ദേവേട്ടാ. ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്ത് ദേവേട്ടനെയല്ലേ അപകടത്തിലാക്കിയത്? അവൻ ഇനി പുറംലോകം കാണരുത്. എല്ലാവരുടെയും മുന്നിൽ നാട്ടുകൂട്ടത്തിൽ പിടിച്ചു നിർത്തി അവന് തക്ക ശിക്ഷ ലഭിക്കണം. അതുപോലെ വസുമതിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണം. ഈ ഒരു തെളിവ് കിട്ടിയതുകൊണ്ട് മാത്രം അവൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റില്ല. അതെന്താ ദേവേട്ടാ അങ്ങനെ? ആ സമയത്ത് അവിടെ നിന്ന് ഇവിടേക്ക് വന്നിട്ട് വീണ്ടും അവൻ തിരിച്ചു പോയിരിക്കല്ലേ? അതിലും വലിയൊരു തെളിവ് മറ്റെന്താ വേണ്ടത്? വേറെന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വന്നതാണെന്നേ അവൻ പറയൂ.
അവന്റെ സ്വഭാവം എന്താണെന്ന് നമ്മുടെ വീട്ടുകാർക്കറിയാം, പുറത്തുള്ളവർക്ക് അറിയില്ല വൈദേഹി. അവൻ വസുമതിയെ നശിപ്പിച്ചത് ഇവിടെ മറ്റാരും കാണാത്തതുകൊണ്ട് അവനെ നമുക്ക് തൽക്കാലം പ്രതിക്കൂട്ടി കയറ്റാൻ പറ്റില്ല. തെറ്റ് ചെയ്യുമ്പോൾ കൈയോടെ പിടികൂടുക വേണ്ടേ? അല്ലെങ്കിൽ എന്നെ പോലെ തെറ്റ് ചെയ്തില്ലെങ്കിലും രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവൻ തെറ്റ് ചെയ്യാൻ പോകുമ്പോ നമുക്ക് അവനെ പിടിക്കാം. അതെങ്ങനെയാ? നമ്മുടെ കുഞ്ഞുവാവ പറഞ്ഞില്ലായിരുന്നോ വസുമതിക്ക് എന്തോ വലിയൊരു ആപത്ത് വരുന്നുണ്ടെന്ന്? അപ്പോ അതിന്റെ പിന്നിലും അവൻ തന്നെയായിരിക്കും. വൈദേഹി, അജേട്ടാ, എന്താ നിങ്ങൾ ഈ പറയുന്നേ? ഇതൊക്കെ ചെയ്തത് വരുണാണെന്നോ? അതെ അജയേട്ടാ, രാത്രി സമയത്ത് അവൻ എങ്ങനെ റൂമിൽ നിന്ന് പുറത്തു ചാടി ആ സമയത്ത് ഇവിടെ എത്തി നശിപ്പിച്ചതാ. എന്നിട്ട് ആ കുറ്റം എന്റെ മേൽ ചാർത്തിയിട്ട് അവൻ തിരിച്ചുപോയി. കുറുക്കന്റെ ബുദ്ധിയാണ് അവന്. ഇപ്പൊ തന്നെ അവന്റെ കൈയും കാലും തല്ലി ഒടിക്കണം. ഇനി അവൻ ഈ വീട്ടിലുണ്ടാവരുത്. അജയേട്ടാ, ഇപ്പൊ വേണ്ട. അജയേട്ടന് ഇപ്പൊ എന്ത് ചെയ്താലും അതെന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്നേ പറയൂ. എന്നിട്ട് അവനെ ബലിയാടാക്കി എന്ന് പറഞ്ഞ് സഹതാപം നേടും. അവൻ എന്തെങ്കിലും പറയട്ടെ. ഇത്രയും വലിയ ദ്രോഹം ചെയ്തവനെ വെറുതെ വിടരുത്. അതിനുവേണ്ടി നമ്മൾ ഇനി പ്രത്യേകിച്ച് മെനക്കെടേണ്ട കാര്യമില്ല. അവൻ തന്നെ ഇത് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടുത്തെ ആളുകൾ തന്നെ അപ്പൊ അവന്റെ കഥ കഴിച്ചോളും. അജയേട്ടൻ ആവേശം കാണിച്ച് വരുണോട് തട്ടിക്കയറാൻ പോയാ ഈ സത്യം നമ്മൾ അറിഞ്ഞു എന്നുള്ള കാര്യം അവനും മനസ്സിലാക്കിയെടുക്കും. പിന്നെ അവനെ പിടിക്കാൻ പാടാ. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലെന്നേ ഭാവിക്കാവൂ. ശരിയാണ് അജേട്ടാ. ദേവേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യാം. നമ്മൾ ആരും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവൻ നമ്മളെ വിരിച്ച വലയിൽ വന്ന് കുടുങ്ങിക്കോളും. അതുവരെ ഇത് മറ്റാരും അറിയാതെ നോക്കണം. അവൻ പിടിക്കപ്പെടുക ചേട്ടാ, ആ വിശ്വാസം എനിക്കുണ്ട്. കർഷകർക്ക് കൊടുക്കാനുള്ള കാശ് എടുത്തോണ്ട് വന്നോ? കൊണ്ടുവന്നിട്ടുണ്ട് ദേവ. എന്നാവാ നമുക്കത് കൊണ്ടു കൊടുക്കാം. കൊടുക്കാൻ ദേവ. നിന്നെ കുറ്റവാളിയാക്കിയവർക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. പക്ഷെ ഊർമിള എന്താ പറഞ്ഞെന്നോ? നല്ലത് ചെയ്താ നമുക്ക് നന്മയുണ്ടാവുന്ന. ഇപ്പൊ അതല്ലേ സംഭവിച്ചേ? നിന്നെ കുറ്റവാളിയാക്കിയവരോട് നീ ക്ഷമിച്ചു. ഉടൻ തന്നെ വരുണിന്റെ കാര്യം പുറത്തു വന്നു. ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടടാ. കാശുകൊണ്ടേ കൊടുത്തിട്ട് വരുണിന്റെ കാര്യം പിന്നെ നോക്കാം. അജേട്ടൻ ഈ കാശിന്റെ കാര്യങ്ങൾ നോക്ക്. വരുണിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിന്റെ ജീവിതം നശിപ്പിച്ച വ്യക്തി ആരാണെങ്കിലും അവരെ കൊണ്ട് തന്നെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കും. ഇത് കൊട്ടാരം വീട്ടിലെ വൈദേഹി തരുന്ന വാക്കാണ്. വസുമതി, 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 വാതില് തുറക്ക്. എന്താ ചേച്ചി? ഒന്നുമില്ല വസുമതി, നീ ഇത് പിടിക്ക്. എനിക്കെന്തിനാ ചേച്ചി? പിടിക്ക് വസുമതി, നിനക്ക് വേണ്ടി തന്നയച്ചതാ. എനിക്ക് വേണ്ടി തന്നയച്ചെന്നോ? ആരാ ചേച്ചി? ദേവൻ തമ്പുരാനാ. ദേവൻ തമ്പുരാനോ? അതേ വസുമതി, തമ്പുരാനെ ഇത് നിനക്ക് തരാൻ പറഞ്ഞത്. നിന്നോട് പിന്നെ ഫോണിൽ സംസാരിക്കാന്നും പറഞ്ഞു. ഇത് പിടിക്ക്. ദേവൻ തമ്പുരാൻ പിന്നെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ നോക്കിക്കേ, തമ്പുരാനല്ലേ ഫോൺ ചെയ്യുന്നേ. നീ സംസാരിക്ക. ഹലോ. ഹലോ വസുമതി, ഞാനാണ് ദേവൻ. തമ്പുരാനെ അങ്ങായിരുന്നോ? ഇത് തമ്പുരാന്റെ നമ്പറാണോ? അതെല്ലോ, പുതിയ നമ്പറാ. ഈ നമ്പർ ആർക്കും അറിയില്ല. വെരി പേഴ്സണൽ. ഇപ്പൊ ഇത് നിനക്ക് മാത്രമേ അറിയൂ. ആരും അറിയാതെ നിനക്ക് ഞാനൊരു അന്തപ്പുരം കെട്ടി തന്നിരിക്കും, രഹസ്യമായിട്ട്. മറ്റാരും ഇത് അറിയാൻ പാടില്ലേ. പക്ഷെ വൈദേഹി... തമ്പുരാന് അങ്ങ് എന്തൊക്കെയായി പറയുന്നേ? വൈദേഹി നിന്നെക്കുറിച്ച് പറഞ്ഞ ശേഷം മനസ്സിലായേ എനിക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറാണെന്ന്. എന്നോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇത് ഭക്തിയാണ് തമ്പുരാനെ. അതെ,
ഭക്തി സ്നേഹം രണ്ടും ഒന്നു തന്നെയല്ലേ? ഈ കാര്യം ഞാൻ മനസ്സിലാക്കാതെയാ നാട്ടുകൂട്ടത്തിന്റെ മുമ്പിൽ നിന്റെ കഴുത്തി താലി കെട്ടില്ല എന്ന് പറഞ്ഞത്. എന്റെ ആവശ്യം നിറവേറി കഴിഞ്ഞപ്പോ തൽക്കാലം ഒഴിവാക്കാന്ന് വിചാരിച്ചു. പക്ഷേ നീ പറഞ്ഞതെല്ലാം വൈദേഹി എന്നോട് പറഞ്ഞപ്പോ നിനക്കെന്നോട് നല്ല സ്നേഹമാണെന്ന് മനസ്സിലായി. ഇപ്പൊ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ നിന്റെ കഴുത്തി താലി കെട്ടിക്കൊള്ളാം. തമ്പുരാനെ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? സത്യമാണ് വസുമതി. ഈ ദേവൻ നിന്റെ കഴുത്തിൽ ഉറപ്പായിട്ടും താലി കെട്ടിയിരിക്കും. തമ്പുരാനെ, ദേവൻ തമ്പുരാൻ തന്നെയാണോ ഈ സംസാരിക്കുന്നേ? അങ്ങ് എന്റെ കഴുത്തിൽ താലി കെട്ടാമെന്നോ? ഇത് ഞാൻ തന്നെയാ വസുമതി, നിന്റെ തമ്പുരാനാ, നിന്റെ ദേവൻ തമ്പുരാൻ. എന്റെ ശബ്ദം മനസ്സിലാവുന്നില്ലേ? കേക്കുമ്പോ അതുപോലെ തന്നെയുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന ദേവൻ തമ്പുരാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇതാരും അറിയാത്ത നിന്റെ ദേവൻ തമ്പുരാന്റെ മറ്റൊരു മുഖമാണ്. നീ അങ്ങ് വലുതായപ്പോ തൊട്ട് എന്റെ ഒരു മോഹമായിരുന്നു നിന്നെ അങ്ങ് സ്വന്തമാക്കുന്നുള്ളത്. ഇങ്ങനെ തെറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അന്ന് നീ ഒരു ഇളനീര് തന്നില്ലേ, അതാ എനിക്ക് പ്രശ്നമായത്. എന്തോ ഒരു ലഹരി കയറി എന്റെ പിടിയും വിട്ടുപോയി ചക്കരെ. നമ്മളെ തമ്മിൽ ഇങ്ങനെ ഒരുമിപ്പിച്ചത് നീ തന്ന ഇളനീര് തന്നെയാ. എന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റ് സമ്മതിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞേ. അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞതിന് നിനക്കെന്നോട് വല്ലാത്ത ദേഷ്യവും വൈരാഗ്യാന്നാ വിചാരിച്ചേ. പക്ഷെ നിന്റെ മനസ്സിൽ എന്നിട്ടും എന്നോട് ബഹുമാന. അതെനിക്ക് മനസ്സിലായപ്പോ നമ്മുടെ ആ സംഗമത്തിന് വഴിയൊരുക്കിയ ഇളനീര് നിനക്ക് സമ്മാനമായി കൊടുത്തു വിട്ടു. എന്നോട് നിനക്ക് ശരിക്കും ദേഷ്യമൊന്നും ഇല്ലെങ്കിൽ, നിന്റെ ഭക്തിയും സ്നേഹമൊക്കെ സത്യമാണെങ്കിൽ ഞാൻ കൊടുത്തയച്ച ഇളനീര് കുടിക്കണം. തമ്പുരാന് പേരുദോഷം വരാതിരിക്കാൻ ജീവൻ കളയാൻ തയ്യാറായവളാ. ഈ ഇളനീര് കുടിക്കുന്നതിൽ എന്തിരിക്കുന്നു? പക്ഷേ ഒരു പക്ഷിയില്ല വസുമതി. ആദ്യം നീ അതങ്ങ് കുടിക്കാൻ നോക്ക്. കുടിച്ചോളാം തമ്പുരാനെ, ഉറപ്പായും കുടിക്കാം. നീ എങ്ങനെയാടെ ദേവനെ പോലെ സംസാരിക്കാൻ പഠിച്ച്? ആ വസുമതി കമ്മന്നടിച്ച് വീണത് ഈ സംസാരം കേട്ടിട്ടാണല്ലേ? അന്ന് ദേവനെ കളങ്കപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു ചെറിയ ട്രിക്ക് ഇന്ന് ആ വസുമതിയോടൊപ്പം ദേവനെ മരണത്തിലേക്ക് തള്ളിയിടാനാ ദേവന്റെ ശബ്ദം പറഞ്ഞു പറഞ്ഞു ശീലിച്ചത്. ഇപ്പൊ എന്റെ വാക്കുകൾ വിശ്വസിച്ച വസുമതി അല്ലല്ല, ദേവന്റെ വാക്കുകൾ വിശ്വസിച്ച വസുമതി വിഷം ചേർത്ത ആ ഇളനീര് അമൃതാണെന്ന് കരുതി കുടിക്കും. അതോടെ അവളുടെ ചാപ്റ്റർ ക്ലോസ്. ദേവൻ തൂക്കുകയറിന്ന് രക്ഷപ്പെടാതിരിക്കാൻ ഉണ്ടായിരുന്ന എല്ലാ പഴുതുകളും ഞാൻ അടച്ചു. അങ്ങനെ ആ ദേവൻ മേലോട്ട് പോകുമ്പോ ഈ രാജ്യവും രാജപദവിയും എല്ലാം എന്റെ മോന്റെ കയ്യിലിരിക്കും. എന്താ ഉദ്ദേശം? കാശ് തന്ന് ഞങ്ങളെ വിലക്ക് വാങ്ങാൻ? ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം എന്റെ ഈ തല നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പോഴും എന്റെ ആ വാക്കിന് മാറ്റമൊന്നുമില്ല. അതിനും ഈ പണത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാ. എല്ലാം അവസാനിക്കും മുമ്പ് ഇത് നിങ്ങളെ ഏൽപ്പിക്കണം തോന്നി. ഇനി മരിച്ചാലും എനിക്ക് പരാതിയില്ല. ഞാൻ ഒരാൾ കാരണം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിയിലാവാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഇതെന്റെ കയ്യിൽ നിന്ന് എടുത്തു തരുന്നൊന്നുമല്ല. നിങ്ങൾ വിശ്വസിച്ച നിങ്ങളുടെ രാജകുടുംബം എന്നും നിങ്ങൾക്ക് തുണയായിരിക്കുമെന്ന് വാക്ക് നൽകിയിട്ട് പോയാ ഞങ്ങളുടെ അച്ഛന്റെ കടമയാ. ഇത് നിങ്ങളുടെ വലിയ തമ്പുരാൻ നിങ്ങൾക്ക് തരുന്നതാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഈ പണത്തിനും ഇനി നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന ആ ശിക്ഷയ്ക്കും തമ്മില് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. എന്റെ ദേവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്പനേരം കൊണ്ട് സത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അജേട്ട, ഞാനൊന്ന് പറയട്ടെ.
നീ ഇവിടെ ചെയ്യാത്ത തെറ്റിന് കുറ്റവാളിയായിട്ട് നിൽക്കുക. എന്നിട്ട് ഇപ്പൊ അവരെ സഹായിക്കാൻ വന്നിട്ടും ഉദ്ദേശശുദ്ധി ഇല്ലാന്ന് പറഞ്ഞ് നമ്മളെ അവഹേളിക്കാൻ ഇവര് നോക്കുന്നത്. ശരിക്കും തെറ്റ് ചെയ്തവര് പോലും അവസരം ഒത്തുകിട്ടിയ എങ്ങനെ രക്ഷപ്പെടുന്നെന്നോ നോക്കുന്നത്. പക്ഷെ എന്റെ ദേവൻ അങ്ങനെയല്ല. നിങ്ങളെ കാണാൻ നേരിട്ട് വന്ന് യാതൊരു തെറ്റ് ചെയ്യാഞ്ഞിട്ട് പോലും നിങ്ങളുടെ സംശയം ശിരസാ വഹിച്ച് അവസാന നിമിഷവും നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിച്ചത്. അത് മനസ്സിലാക്കാതെ ഈ കാശ് കൊണ്ടുവന്ന് നിങ്ങളെ സ്വാധീനിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഊഹാഭോഗങ്ങളുടെ അടുത്ത് തീരുമാനമല്ലത്. കൺമുമ്പിൽ കണ്ടതാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ശരിയാണ്, കണ്ണുകൊണ്ട് കാണുന്നത് മനുഷ്യരെ വിശ്വസിക്കും. പക്ഷെ ഇത് സത്യമാണെന്ന് നോക്കില്ല. ആ വ്യക്തിയുടെ അന്ന് വരെയുള്ള പെരുമാറ്റം ഒന്ന് വിലയിരുത്താൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ഞങ്ങൾ കണ്ടത് സത്യം. അതിന്റെ പേരിൽ കുറെ തീരുമാനങ്ങളും കഴിഞ്ഞു. പക്ഷെ എന്റെ ദേവൻ അങ്ങനെയല്ല. രാജാവിന്റെ സ്ഥാനത്ത് അവസാന ശ്വാസം ഉള്ളിടത്തോളം തന്ന വാക്ക് പാലിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവൻ ഇന്നിവിടെ നിൽക്കുന്നത്. സംശയമൊന്നും വേണ്ട, ധൈര്യമായിട്ടത് സ്വീകരിച്ചോ. അവസാനം വരെ വാക്ക് പാലിക്കാൻ ശ്രമിക്കുന്ന ആള് എന്തിനൊരു തെറ്റ് ചെയ്തു? ഇതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതുക ചേട്ടാ. ഇനിയിപ്പോ ഈ പണം നിങ്ങൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ നിങ്ങളോട് പകപോക്കാനായിട്ട് മനഃപൂർവ്വം ഞാനിത് തരാതിരുന്നു എന്നുള്ള മറ്റൊരു കളങ്കവും കൂടി എന്റെ പേരിൽ എഴുതി ചേർക്കപ്പെടും. അടുത്ത നാട്ടുകൂട്ടത്തിൽ എന്ത് സംഭവിച്ചാലും എന്റെ ജീവിതം ഇവിടെ തീരുകയാണെങ്കിലും നിങ്ങളുടെ എല്ലാം ജീവിതം സമൃദ്ധമായി തീരണം. ദയവായി ഇത് സ്വീകരിക്കേ. ഇത് വാങ്ങിച്ചോളൂ. ഇതാ. എന്താ നിങ്ങൾ മടിക്കുന്നേ? ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച കുടുംബത്തിൽ നിന്ന് പണം സ്വീകരിക്കാൻ മടിയുണ്ടോ? ആ പെൺകുട്ടി അവളുടെ ജീവിതം എന്റെ ദേവൻ നശിപ്പിച്ചു എന്നല്ല എല്ലാവരോടും പറഞ്ഞത്. ആ വസുമതി അന്നും ഇന്നും ദൈവത്തെ പോലെ എന്റെ ഈ ദേവനെ കാണുന്നേ. എന്റെ ദേവൻ ദൈവമാണെന്ന് അവള് തന്നെ നിങ്ങളോട് പറയും. മോളെ വസുമതി, നേരം വെളുത്തി ഉടനെ ഇളനീര് കുടിക്കുന്നത് എന്തിനാ മോളെ? മുത്തശ്ശ, ഇത് ദേവൻ തമ്പുരാൻ തന്നയച്ചതാ. എന്ത്? ദേവൻ തമ്പുരാൻ തന്നയച്ചെന്നോ? അതെ മുത്തശ്ശ, എന്റെ കഴുത്തിൽ താലി കെട്ടാന്ന് പറഞ്ഞു. എന്ത് ഭ്രാന്താ നീ പറയുന്നേ? തെറ്റ് ചെയ്തിട്ടില്ല, തൂക്കുകയറ് മതി, എന്നാലും താലി കെട്ടില്ലെന്ന് പറഞ്ഞവനാ. അന്നത്തെ അവസ്ഥ വേറെയായിരുന്നത്രേ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷെ ഇപ്പോ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോ എന്റെ കഴുത്തില് താലി കെട്ടാൻ ഇഷ്ടമാണെന്നാ പറഞ്ഞ്. ദേവൻ തമ്പുരാനോട് എനിക്ക് വിദ്വേഷമൊന്നുമില്ലെങ്കിൽ, തമ്പുരാനെ കല്യാണം കഴിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അദ്ദേഹം തന്നയച്ച ഈ ഇളനീര് കുടിക്കണമെന്നാ പറഞ്ഞത്. എന്തിനങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മളെ ഇത്രമാത്രം സഹായിച്ച ദേവൻ തമ്പുരാനോട് നമുക്ക് വിദ്വേഷം വേണോ? വേണ്ട മോളെ, ഇത് വെറും ഇളനീരല്ല, വിഷമാ മോളെ. ഈ വിഷം തന്നയച്ച് നിന്നെ കൊല്ലാനുള്ള ശ്രമമാണ് മോളെ. അച്ചച്ച, ദേവൻ തമ്പുരാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? നിന്റെ ജീവിതം കവർന്നെടുത്തതും ആ തമ്പുരാനല്ലേ? അപ്പൊ ജീവൻ എടുക്കാനാണോ അവർക്ക് പാട്? രാജകുടുംബത്തിലുള്ളവരുടെ രാജതന്ത്രങ്ങൾ നിനക്കറിയില്ല. നിന്നെ കൊന്നുകളഞ്ഞ് ഈ തടസ്സം ഒഴിവാക്കാനുള്ള ശ്രമമാണ്. വസുമതി മരിച്ചല്ലോ, അല്ലെങ്കിൽ താലി കിട്ടിയേനെന്നും പറഞ്ഞ് രക്ഷപ്പെടാനാ മോളെ. അല്ല അച്ചച്ച, ദേവൻ തമ്പ്രാൻ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. തമ്പ്രാന്റെ വാക്കുകളിൽ യാതൊരു ചതിയും ഉള്ളതായി തോന്നിയില്ല. ഇതുവരെ അനുഭവിച്ചത് പോരാഞ്ഞിട്ടാണോ ഇനിയും അയാളെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് മോളെ? കാര്യം നിങ്ങൾ തന്നെ കേക്ക്. എന്റെ ഈ കൊച്ചുമോളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരുമെന്ന് പേടിച്ച് ഇവളെ കൊല്ലാൻ ദേവൻ തമ്പുരാൻ ദേ ഈ വിഷം കൊടുത്തയച്ചിരിക്കുക. ആ തമ്പുരാട്ടി വരൂ. എന്റെ കൊച്ചുമോള് ജീവനോടെ ഉണ്ടോ മരിച്ചോന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും. വാസുദേവേട്ടാ, എന്തേ പറയുന്നേ? പിന്നല്ലാണ്ട് എന്റെ മോളെ കൊന്നു കളഞ്ഞിട്ട് നിന്റെ ഭർത്താവിന് സുഖമായിട്ട് ജീവിക്കാന്നാ? വാസുദേവ, എന്താ ഇതൊക്കെ? എന്തിനാ ഈ ക്രൂരമായ വാക്കുകൾ? എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഭാവിക്കല്ലേ തമ്പുരാട്ടി. ഞാൻ വരാൻ ഒരു ക്ഷണം താമസിച്ചിരുന്നെങ്കിൽ എന്റെ കൊച്ചുമോള് മരിച്ചു പോയേനെ. വാസുദേവേട്ടാ, എന്തെവിടെ സംഭവിച്ചേ? നീ പറയൂ വസുമതി.
ദേവൻ തമ്പ്രാൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു തമ്പ്രാട്ടി. എന്റെ കഴുത്തില് താലി കെട്ടാന്ന് പറഞ്ഞു. എന്ത്? എന്റെ ദേവേട്ടൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാന്ന് പറഞ്ഞോ? അതെ തമ്പ്രാട്ടി. കുറച്ചു മുമ്പ് എനിക്ക് ഇളനീര് തന്നയച്ചിരുന്നു. എന്നിട്ട് ഫോൺ ചെയ്ത് കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണെങ്കിൽ ഈ ഇളനീര് കുടിക്കാൻ പറഞ്ഞു. പക്ഷെ എന്റെ അച്ഛൻ